ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ജപ്പാൻ എന്ന രാജ്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ. 4 ദ്വീപുകൾ ചേർന്നതാണ് ഈ രാജ്യം. ജപ്പാൻ്റെ തലസ്ഥാന നഗരവും തിരക്കേറിയ നഗരവുമാണ് ടോക്കിയോ. ചെറിപ്പൂക്കളാണ് അവിടുത്തെ ദേശീയ പുഷ്പം. വിശേഷ അവസരങ്ങളിൽ ജാപ്പനീസുകാർ ധരിക്കുന്ന നീളൻ കുപ്പായമാണ് കിമോണ. മനോഹരമായ ഡിസൈനുകളും വീതിയേറിയ ബെൽറ്റുമാണ് കിമോണകളുടെ പ്രത്യേകത. ജപ്പാനിലെ പുഷ്പാലങ്കാര രീതിയാണ് ഇക്കബാന. മുയലുകളുടെ ദ്വീപെന്നറിയപ്പെടുന്ന ഒക്കുനോഷിമയും ജപ്പാനിലാണ്. കടലാസുകൾ മടക്കി വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്ന കരകൗശല വിദ്യയായ ഒറിഗാമിയുടെ തുടക്കം ജപ്പാനിൽ നിന്നാണ്. കരാട്ടെ, ജൂഡോ, ഐക്കിഡോ, ജുജുത്സു, നിൻജുത്സു തുടങ്ങിയ ആയോധന കലകളുണ്ടായി വന്നതും ജപ്പാനിൽ നിന്നാണ്. കിമിഗായോ ആണ് ജപ്പാൻ്റെ ദേശീയ ഗാനം. ദേശീയ കായിക വിനോദമാണ് സുമോ ഗുസ്തി. ജാപ്പനീസ് കാർട്ടൂണാണ് മാങ്ക. അനിയന്ത്രിതമായ ചിത്രങ്ങൾ എന്നാണ് മാങ്കയുടെ അർത്ഥം. എന്നാൽ ഈ വാക്ക് കോമിക്സും കാർട്ടൂണും വിവരിക്കാനും ഉപയോഗിക്കുന്നു. ജിഹ്പെൻ അഥവാ ജിപ്പോൺ ഉദയസൂര്യൻ്റെ നാടെന്നാണ് അർത്ഥം. ഈ ചൈനീസ് വാക്കിൽ നിന്നാണ് ജപ്പാൻ എന്ന പേരുണ്ടായതെന്ന് വിശ്വസിക്കുന്നു. ജപ്പാൻകാർ നിഫോൺ എന്നോ നിപ്പോൺ എന്നോ ആണ് ഇത് ഉച്ചരിക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ജാപ്പനീസ് ഭാഷയിൽ ഒരു വാക്കെങ്കിലും നമ്മളൊന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ മോശമല്ലേ? ജാപ്പനീസ് ഭാഷയിൽ കൊനിച്ചിവ എന്നാൽ ഹലോ എന്നാണ് അർത്ഥം.